ഓം ഹരിശ്രീ ഗണപതേ നമഃ. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് കർക്കിടക മാസം 3-ാം തീയതി, ജൂലൈ മാസം 19-ാം തീയതി. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്ര മുനിയോടൊന്നിച്ച് രാമലക്ഷ്മണന്മാർ മിഥിലയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതാണ്. കല്ലായി കിടന്നിരുന്ന അഹല്യയ്ക്ക് ശ്രീരാമചന്ദ്രൻ മോക്ഷം കൊടുക്കുന്നു. അഹല്യ ശ്രീരാമചന്ദ്രസ്വാമിയെ ഭജിക്കുന്നു, സ്തുതിക്കുന്നു. ആകാശത്തു നിന്നും ദേവ ഗന്ധർവ വിദ്യാധര യക്ഷ കിന്നരന്മാർ പുഷ്പവൃഷ്ടി നടത്തുന്നു. അതിനുശേഷം വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് മിഥിലയിൽ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ശൈവതാപത്തെയും അവിടെ നടക്കുന്ന യാഗത്തെയും കണ്ട് അയോധ്യയിലേക്ക് മടങ്ങിയെത്താമെന്ന് പറഞ്ഞാണ് അവരെ മിഥിലാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അനന്തരം മിഥിലാപുരിയിലെത്തിയ കൗശികനെ ജനക മഹാരാജാവ് യഥോചിതം സ്വീകരിക്കുന്നു. അതീവ തേജസ്വികളായ രാമലക്ഷ്മണന്മാരെ കണ്ടിട്ട് അവരാരെന്ന് തിരക്കുന്ന ജനക മഹാരാജാവിന് വിശ്വാമിത്രൻ അവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തുകയാണ്. ദശരഥപുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും ആണിവരെന്നും യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുവന്നതാണ് എന്നും ഇവരാൽ രാക്ഷസന്മാരും താടകയും വധിക്കപ്പെട്ടു എന്നും കല്ലായി കിടന്ന ആ ഗൗതമ പത്നിക്ക് മോക്ഷം കൊടുത്തുവെന്നും പരമേശ്വര ചാപം കാണാൻ മോഹമുണ്ടായതിനാൽ അത് നേരിൽ കാണാൻ അവസരമുണ്ടാക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് ജനക മഹാരാജാവ് ചാപം കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുകയാണ്. കുമാരന്മാരെ കണ്ട് പ്രീതി വർദ്ധിച്ച ജനകൻ അവരെ വഴിപോലെ ആദരിച്ച് സൽക്കരിക്കുന്നു. പിന്നീട് വിശ്വാമിത്രനോട് പറയുകയാണ്, രാജകുമാരനായ രാമൻ ശൈവചാപം കുലച്ച് വലിക്കും എങ്കിൽ എൻ്റെ പുത്രിയായ മൈഥിലിക്ക് ഈ കുമാരൻ ഭർത്താവായി വന്നു ചേരും എന്ന് പറയുന്നു. എല്ലാം ഈശ്വര നിശ്ചയം എന്ന് പറഞ്ഞ് വില്ല് കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുകയാണ്. ജനക മഹാരാജാവ് അവരെ യഥാവിധി സൽക്കരിച്ച പ്രത്യേകം ആസനങ്ങളിൽ ഉപവിഷ്ടരാക്കുന്നു. ആ സമയം അവിടേക്ക് വന്ന ഋത്വിക്ക് ശതാനന്ദനെ, അതായത് ഋത്വിക്കുകളോടുകൂടി യജ്ഞപുരോഹിതനാണ് ശതാനന്ദൻ. ഈ ശതാനന്ദൻ ഗൗതമ മഹർഷിയുടെ ജ്യേഷ്ഠപുത്രനാണ്. അദ്ദേഹം വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നു, രാമനെ അവരുടെ അമ്മയെ പരിചയപ്പെടുത്തിയോ? അവരുടെ സൽക്കാരം സ്വീകരിച്ചോ? അമ്മ എന്തു പറഞ്ഞു? അച്ഛനോട് കൂടിച്ചേരാൻ ഉണ്ടായ സാഹചര്യം രാമൻ അറിയാമോ? കൗശിക, അച്ഛൻ രാമനെ പൂജിച്ചില്ലേ? അത് സ്വീകരിച്ചിട്ടല്ലേ ശ്രീരാമചന്ദ്രസ്വാമി ഇവിടെ വന്നിരിക്കുന്നത്? അദ്ദേഹം എൻ്റെ പിതാവിനെയും മാതാവിനെയും യഥാവിധി അനുഗ്രഹിച്ചില്ലേ? ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ കർത്തവ്യങ്ങളെല്ലാം മുറ പോലെ നിർവഹിച്ചിട്ടുണ്ട് എന്ന്. അനന്തരം ശതാനന്ദ മഹർഷി വിശ്വാമിത്രൻ്റെ പൂർവചരിത്രം പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്. ഈ ലോകത്തിൽ മഹാതപസ്വിയായ വിശ്വാമിത്രനാൽ പരിപാലിതനായി ഇവിടേക്ക് വന്ന അങ്ങയേക്കാൾ ധന്യനായിട്ട് ഈ ലോകത്തിൽ മറ്റാരുമില്ല. അതുകൊണ്ട് ഈ കൗശികൻ്റെ ബലവും തത്വവും ഞാൻ പറയാൻ കേട്ടോളൂ. വിദിതവേദ്യനും ധർമ്മജ്ഞനുമായ ഇദ്ദേഹം പ്രജാഹിതം കാത്തു സൂക്ഷിക്കുന്ന പ്രജാക്ഷേമ തൽപരനായ മഹാരാജാവായി ദീർഘകാലം രാജ്യം ഭരിച്ചു. പ്രജാപതിക്ക് പുത്രനായ കുശൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. കുശൻ്റെ പുത്രൻ ധാർമ്മികനായ കുശനാഭനായിരുന്നു. കുശനാഭൻ്റെ പുത്രനായിരുന്നു വിശ്രുതനായ ഗാധി. ഗാധിയുടെ പുത്രനാണ് മഹാതേജസ്വിയായ ഈ വിശ്വാമിത്ര മഹർഷി. അദ്ദേഹം അനേകായിരം വർഷം രാജ്യം ഭരിച്ചു. ഒരിക്കൽ ഇദ്ദേഹം തൻ്റെ അക്ഷൗഹിണി സേനയോടൊത്ത് ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. പല പ്രദേശങ്ങളും കണ്ട് മനോമോഹനമായ പല പ്രദേശങ്ങളും ചുറ്റി സഞ്ചരിച്ച് അവസാനം ബ്രഹ്മലോകം പോലെ മനോഹരമായ വസിഷ്ഠാശ്രമത്തിൽ എത്തിച്ചേരുകയാണ്. വസിഷ്ഠ മഹർഷി വിശ്വാമിത്ര രാജാവിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സേന, അതായത് സൈനികരെയും യഥാവിധി സൽക്കരിച്ചിരുത്തുന്നു. പരസ്പരം കുശല പ്രശ്നങ്ങൾക്ക് ശേഷം പോകാനൊരുങ്ങിയ അവരെ ഒരു ദിവസമെങ്കിലും തങ്ങിയിട്ട് പോകാൻ നിർബന്ധിക്കുന്നു.
വിശിഷ്ട ഭോജ്യങ്ങളെല്ലാം നൽകി സൽക്കരിക്കുന്നു. ഈ വിശ്വാമിത്ര രാജാവാകട്ടെ എങ്ങനെയാണ് ഇതെല്ലാം സാധിച്ചത് എന്ന് അത്ഭുതപ്പെടുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പേർക്ക് ഭക്ഷണം ഒരുക്കുക, ആതിഥ്യമൊരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യരെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുകയും തൻ്റെ പുള്ളിപ്പശുവായ ശബളയുടെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം സാധിച്ചതെന്ന് വസിഷ്ഠനിൽ നിന്ന് അറിയുകയും ചെയ്യുന്നു. വിശിഷ്ട പാനീയങ്ങൾ, നാനാതരം ഭക്ഷ്യവസ്തുക്കൾ, ചൂട് ചോറ്, പരിപ്പ്, തൈർ, പാല് എന്ന് വേണ്ട ഒരു ഉത്തമ സദ്യയ്ക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ചേർന്നായിരുന്നു അവർ സദ്യ ഉണ്ടത്. വസിഷ്ഠനോട് പറയുകയാണ് ബ്രഹ്മൻ, പൂജാർഹനായ അങ്ങയാൽ ഞാൻ സാദരം സത്കൃതനായി. എന്നാൽ ഒരു കാര്യം പറയട്ടെ, എന്നോട് മറിച്ചൊന്നും തോന്നരുത്. ഞാൻ 6000 പശുക്കളെ തരാം. ഈ ശബളയെ എനിക്ക് തന്നാലും അതൊരു രത്നമാണല്ലോ. രാജാവ് രത്നഹാരിയാണ് താനും. ആകയാൽ ശബളയെ എനിക്ക് തരൂ. ധർമ്മപ്രകാരം ഇതെൻ്റെയാണ് എന്ന് വിശ്വാമിത്ര രാജാവ് പറഞ്ഞു. ഇത് കേട്ട് വസിഷ്ഠൻ പറഞ്ഞു, 100,000-ഓ 100 കോടിയോ പശുക്കളെയോ വെള്ളിക്കുന്നുകളോ സ്വർണ്ണക്കുന്നുകളോ തന്നാലും ഞാൻ ശബളയെ തരികയില്ല. ഇവളെ എൻ്റെ അടുത്ത് നിന്ന് വിടാൻ എനിക്ക് താല്പര്യമില്ല. ധീരന് കീർത്തി എപ്രകാരമാണോ അതുപോലെ ആണ് ശബള എനിക്കും. ഈ 3 ലോകത്തിലുമുള്ള എന്തെന്ത് വിശിഷ്ട വസ്തുക്കൾ തന്നാലും ഞാൻ എൻ്റെ ശബളയെ കൈവിടുകയില്ല. അങ്ങ് ക്ഷമിക്കണം എന്ന് രാജാവിനോട് പറഞ്ഞു. വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ കോപത്തോടെ വിശ്വാമിത്രൻ പറഞ്ഞു, പൊന്നിൻ ചങ്ങലയും പൊന്നിൻ തോട്ടിയും ചേർന്ന 14,000 ആനകളെ ഞാൻ അങ്ങേക്ക് തരാം. ആ കിങ്ങിണികളൊക്കെ അണിഞ്ഞ 4 വെള്ളിക്കുതിരകളെ പൂട്ടിയ 800 പൊൻ തേരുകൾ ഞാൻ തരാം. നാട്ടിൽ പിറന്ന നല്ല കുതിരകൾ 11,000 തരാം. നാനാവർണ്ണങ്ങളുള്ളവയും നല്ല പ്രായത്തിലുള്ളവയുമായ 1 കോടി പശുക്കളെ തരാം. ശബളയെ പകരമായി എനിക്ക് തരിക. രത്നമോ സ്വർണമോ അങ്ങേക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഞാൻ നൽകാം. ഈ ശബളയെ എനിക്ക് നൽകൂ എന്ന് പറഞ്ഞു. വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏതായാലും ഞാൻ ശബളയെ തരികയില്ല എന്ന് തന്നെ വസിഷ്ഠൻ പറയുകയാണ്. എനിക്ക് രത്നവും ധനവും പൊന്നും ഒന്നും വേണ്ട. എൻ്റെ സർവസ്വവും ജീവിതവും ഇതുതന്നെയാണ്. ദർശനങ്ങൾ, പൂർണ്ണമാസങ്ങൾ, യജ്ഞങ്ങൾ, ദക്ഷിണകൾ, വിവിധ ക്രിയകൾ എല്ലാം ഇത് തന്നെ. അതുകൊണ്ട് എൻ്റെ സർവ്വക്രിയകളും കടന്നു പോകുന്നത് ഈ ശബളയാലാണ്. അതുകൊണ്ട് തന്നെ ഈ ശബളയെ ഞാൻ കൈവിടുകയില്ല. അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബലാത്കാരമായി ശബളയെ പിടിച്ചുകെട്ടി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. മഹാത്മാവായ വസിഷ്ഠൻ എന്തുകൊണ്ടാണ് എന്നെ കൈവെടിഞ്ഞത്? ഞാൻ മഹർഷിയോട് എന്തു തെറ്റാണ് ചെയ്തത്? എന്നെ രാജകിങ്കരന്മാർ അപഹരിച്ചു കൊണ്ടുപോവുകയാണല്ലോ എന്നെല്ലാം വിചാരിച്ച് നിഷ്കളങ്കയായ ശബള വളരെയധികം സങ്കടപ്പെട്ടു. ധാർമ്മികനായ ഈ മാമുനി എന്നെ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത്? ഇങ്ങനെ വിചാരിച്ച് നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ വസിഷ്ഠൻ്റെ അടുത്തേക്ക് തിരിച്ചോടി വന്നു. 100 കണക്കിനുള്ള പടയാളികളെ തട്ടിയകറ്റി അവൾ വായുവേഗത്തിൽ വസിഷ്ഠൻ്റെ സമീപത്തെത്തി കാൽക്കൽ വീണ് കരഞ്ഞ് ചോദിച്ചു, ഭഗവൻ, അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചുവോ? അങ്ങയുടെ അടുത്തുനിന്ന് രാജഭടന്മാർ എന്നെ തട്ടിക്കൊണ്ടുപോയല്ലോ. എന്താണ് അങ്ങ് അനങ്ങാതിരിക്കുന്നത്? ബ്രഹ്മർഷി വളരെയധികം സങ്കടത്തോടുകൂടി അവളോട് പറഞ്ഞു, ഒരു മകളോടെന്നതുപോലെ, ശബളെ, ഞാൻ നിന്നെ കൈവെടിഞ്ഞതല്ല. നീ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. മഹാബലശാലിയായ രാജാവ് നിന്നെ എന്നിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നതാണ്. അദ്ദേഹം എന്നേക്കാൾ വളരെയധികം ബലവാനാണ്. പോരെങ്കിൽ അദ്ദേഹം ഭൂമിക്കുടയവനായ ക്ഷത്രിയനും. ഗജങ്ങൾ, വാജികൾ, രഥം ഇവ കൊണ്ട് സന്നദ്ധമായ അക്ഷൗഹിണി സേനയോടൊത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇത് കേട്ട് ശബള വിനയത്തോടുകൂടി പറഞ്ഞു, ക്ഷത്രിയനല്ല ബലം, ബ്രാഹ്മണർക്കാണ് ബലമേറുന്നത്. ബ്രഹ്മൻ ബ്രഹ്മബലം ദിവ്യമാണ്, ക്ഷാത്രത്തേക്കാൾ ബലവത്താണ്. അതുല്യമാണ് അങ്ങയുടെ ബലം. അങ്ങയേക്കാൾ ബലവാനില്ല. വിശ്വാമിത്രൻ ബലവാൻ തന്നെ, അങ്ങാവട്ടെ അജയ്യനാകണ്. അങ്ങയുടെ ബ്രഹ്മബലത്താൽ സമ്പന്നയായ എന്നെ നിയോഗിച്ചാലും ദുരാത്മാവായ ഇവൻ്റെ ബലവും അഹങ്കാരവും യത്നവും എല്ലാം ഞാൻ നശിപ്പിക്കാം. ഇത് കേട്ട് വസിഷ്ഠൻ ശത്രുസംഹാരത്തിന് സന്നദ്ധയായ ആ ശബളയെ അനുഗ്രഹിക്കുകയാണ്. അനന്തരം ശത്രുസംഹാരത്തിന് സമൃദ്ധമായ സേനയെ സൃഷ്ടിക്കാൻ ശബളയോട് അരുളി ചെയ്യുന്നു. വസിഷ്ഠവാക്യം കേട്ട് അവൾ തൻ്റെ ഹുങ്കാരം കൊണ്ട് ശത്രുസൈന്യത്തെ നിഗ്രഹിക്കാൻ പറ്റിയ സേനയെ സൃഷ്ടിക്കുകയാണ്. പരസ്പരം ഘോരമായ യുദ്ധം നടന്നു. തൻ്റെ
സൈന്യം വിശ്വാമിത്രനാൽ വധിക്കപ്പെട്ടത് കണ്ട് ശബള ശാകന്മാരെയും യവനന്മാരെയും സൃഷ്ടിക്കുന്നു. ക്ഷണനേരം കൊണ്ട് തന്നെ വിശ്വാമിത്രൻ്റെ സൈന്യം അവരെയും നശിപ്പിക്കുന്നു. എന്നാൽ ശബള വീണ്ടും മുൻപത്തേക്കാൾ സമൃദ്ധരായ സൈന്യത്തെ ആയുധപാണികളായി സൃഷ്ടിക്കുകയാണ്. അവരെയും വിശ്വാമിത്രൻ ക്ഷണനേരം കൊണ്ട് പരാജയപ്പെടുത്തുന്നു. അപ്പോൾ വസിഷ്ഠ നിർദ്ദേശത്താൽ തന്നെ ശബള തൻ്റെ യോഗശക്തി കൊണ്ട് മുൻപത്തേക്കാൾ മികച്ച സേനയെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ആ പശുവിൻ്റെ ഹുങ്കാരത്തിൽ നിന്ന് സൂര്യ തേജസ്സോടുകൂടിയ കാമ്പോജരും അകിടിൽ നിന്ന് ശസ്ത്രപാണികളായ ബർബരന്മാരും യോനിയിൽ നിന്ന് യവനന്മാരും മലദ്വാരത്തിൽ നിന്ന് ശകന്മാരും രോമകൂപങ്ങളിൽ നിന്ന് മ്ലേച്ഛരും ഹാരീതരും കിരാതന്മാരും ഉണ്ടാവുകയാണ്. അവർ ഞൊടിയിടയിൽ തന്നെ വിശ്വാമിത്രൻ്റെ ചതുരംഗപ്പടയെ മുച്ചൂടും മുടിച്ചു. ഇത് കണ്ട് കോപം പൂണ്ട വിശ്വാമിത്രപുത്രന്മാർ ആയുധപാണികളായി വസിഷ്ഠൻ്റെ നേർക്ക് പാഞ്ഞടുത്ത് യുദ്ധം ചെയ്യുന്നു. ഹുങ്കാരം കൊണ്ട് ശബള അവരെ എല്ലാവരെയും ചാമ്പലാക്കുന്നു. ചതുരംഗപ്പടയും പുത്രന്മാരും വസിഷ്ഠനാൽ നശിപ്പിക്കപ്പെട്ടത് കണ്ട വിശ്വാമിത്രൻ ലജ്ജ പൂണ്ട് ചിന്തയിലാണ്ടു. എല്ലാം നഷ്ടപ്പെട്ട് പുത്രന്മാരെ പോലും നഷ്ടപ്പെട്ട വിശ്വാമിത്രൻ വിഷപ്പല്ല് പോയ പാമ്പ് പോലെ, രാഹുഗ്രസ്തനായ സൂര്യനെ പോലെ വിഗതപ്രഭനായി. അങ്ങനെ എല്ലാവരും നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ദുഃഖിച്ച് തൻ്റെ ഉത്സാഹമെല്ലാം നശിച്ച കൗശികൻ വിരക്തി പൂണ്ടു. അങ്ങനെ രാജ്യം ക്ഷാത്രധർമ്മമനുസരിച്ച് പരിപാലിക്കുക എന്ന് മറ്റൊരു പുത്രനെ ഏൽപ്പിച്ച ശേഷം അദ്ദേഹം കാട്ടിലേക്ക് തപസ്സിനായി പോയി. കിന്നരന്മാരാലും ഉരകങ്ങളാലും സേവിതനായി ഹിമവത് സാനുക്കളിലെത്തിയ അദ്ദേഹം തീവ്ര തപസ്സിലേർപ്പെട്ടു. അനേകം സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വരദരാജനായ വൃഷധ്വജൻ വിശ്വാമിത്രന് ദർശനം നൽകി. ഹേ രാജൻ, അങ്ങ് എന്തിനാണിങ്ങനെ തീവ്ര തപസ് അനുഷ്ഠിക്കുന്നത്? എന്താണ് ആഗ്രഹമെന്ന് പറയുക, ഞാൻ സാധിച്ചു തരാം. മഹാദേവൻ്റെ ചോദ്യത്തിന് ഉത്തരമായി കൗശികൻ ഇങ്ങനെ പറഞ്ഞു: അവിടുന്ന് എന്നിൽ സംപ്രീതനായിട്ടുണ്ടെങ്കിൽ സാങ്കോപാംഗങ്ങളോടും മന്ത്രങ്ങളോടും രഹസ്യങ്ങളോടും കൂടിയ ധനുർവേദം എനിക്ക് നൽകിയാലും ദേവന്മാരിലും ദാനവന്മാരിലും മഹർഷിമാരിലും ഗന്ധർവ യക്ഷ രക്ഷസുകളിലും ഏതെല്ലാം അസ്ത്രശസ്ത്രങ്ങളുണ്ടോ അവയെല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് സിദ്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മഹാദേവൻ അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിച്ച് മറഞ്ഞു. അങ്ങനെ പരമശിവനിൽ നിന്ന് അസ്ത്രശസ്ത്രങ്ങളെല്ലാം ലഭിച്ച കൗശികൻ വർദ്ധിച്ച അഹങ്കാരത്തോടെ വസിഷ്ഠനെ നേരിടാനെത്തുകയും വിശ്വാമിത്രൻ്റെ ആക്രമണത്താൽ ആശ്രമം മുച്ചൂടും നശിച്ചു പോവുകയും ചെയ്യുന്നു. പിന്നീട് നടന്ന സംഘർഷത്തിൽ ക്രുദ്ധനായ വസിഷ്ഠൻ വിശ്വാമിത്രനോട് ഘോരഘോരം പൊരുതുകയാണ്. തൻ്റെ ബ്രഹ്മബലമാണ് വിശ്വാമിത്രൻ്റെ ക്ഷത്രിയ ബലത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം എന്ന് തെളിയിച്ചു കൊടുക്കുന്ന രീതിയിലായിരുന്നു പിന്നീടുണ്ടായ യുദ്ധം. കൗശികൻ വാരുണം, രൗദ്രം, ഐന്ദ്രം, പാശുപതം, ഐഷിക എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ശ്രേഷ്ഠമായ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. പിന്നെ മാനവം, മോഹനം, ഗാന്ധർവം, സ്വാപനം, ജൃംഭണം, മാദനം, സന്താപനം, വിലാപനം, ക്ഷോഷണം, ധാരണം, വജ്രം, ബ്രഹ്മപാശം, കാലപാശം, വരുണപാശം, പൈനാകം, ശുഷ്കം, ആർദ്രം, അശ്നി, ദണ്ഡാസ്ത്രം, പൈശാചം, ക്രൗഞ്ചം, ധർമ്മചക്രം, കാലചക്രം, വിഷ്ണുചക്രം, വായവ്യം, മഥനം, ഹയശിരോസ്ത്രം, ശക്തി, കങ്കാളം, മുസലം, വിദ്യാധരാസ്ത്രം, കാലാസ്ത്രം, ത്രിശൂലം, കപാലം, കങ്കണം എന്നീ അസ്ത്രങ്ങളെല്ലാം ജപശ്രേഷ്ഠനായ വസിഷ്ഠനിൽ പ്രയോഗിച്ചു നോക്കി. എന്തൊരത്ഭുതം! അവയെല്ലാം വസിഷ്ഠൻ തൻ്റെ ആ ബ്രഹ്മദണ്ഡ് കൊണ്ട് തന്നെ തടുത്തു. ഇതെല്ലാം തീർന്നപ്പോൾ ഗാധിപുത്രനായ വിശ്വാമിത്രൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രം എടുത്തത് കണ്ടപ്പോൾ അഗ്നി തുടങ്ങിയ ദേവന്മാരും ദേവർഷികളും ഗന്ധർവന്മാരും ഉരകങ്ങളും വളരെയധികം പരിഭ്രമിച്ചു. ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ ലോകങ്ങൾ മൂന്നും വിറകൊണ്ടു. ആ മഹാഘോരമായ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മ തേജസ്സിൻ്റെ ശക്തി മൂലം വസിഷ്ഠൻ ബ്രഹ്മദണ്ഡ് കൊണ്ട് തന്നെ തടുക്കുകയാണ്. ബ്രഹ്മാസ്ത്രത്തെ ഗ്രസിച്ച വസിഷ്ഠൻ്റെ രൂപം കൊണ്ട് 3 ലോകങ്ങളും നടുങ്ങി. ചുറ്റും തീയിൽ നിന്നെന്ന പോലെ തീപ്പൊരികൾ പറന്നുയർന്നു. വസിഷ്ഠൻ്റെ കയ്യിലെ ബ്രഹ്മദണ്ഡം കാലാഗ്നി പോലെയും യമദണ്ഡം പോലെയും ഉജ്ജ്വലിച്ചു ശോഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മാമുനികൾ വസിഷ്ഠനെ വാഴ്ത്തി സ്തുതിച്ചു. ബ്രഹ്മൻ, അങ്ങയുടെ ബലം
അവർണ്ണനീയം തന്നെ, അമോഘം തന്നെ. അഗ്നിയെ അഗ്നി കൊണ്ടടക്കുക. മഹാബലവാനായ വിശ്വാമിത്രൻ അങ്ങയാൽ പരാജയപ്പെട്ടിരിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും അകലട്ടെ. ഇത് കേട്ട് വസിഷ്ഠൻ ശാന്തനാവുകയാണ്. പരാജിതനായ വിശ്വാമിത്രനാകട്ടെ നെടുവീർപ്പിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ക്ഷത്രിയ ബലം മോശം തന്നെയാണ്, ബ്രഹ്മബലം തന്നെയാണ് ശ്രേഷ്ഠം. ഒരൊറ്റ ബ്രഹ്മദണ്ഡുകൊണ്ട് എൻ്റെ സർവ്വ അസ്ത്രങ്ങളും അങ്ങ് തടുത്തുവല്ലോ. ഇത് കണ്ട് പ്രസന്നചിത്തനായി ബ്രഹ്മത്വപ്രാപ്തിക്കായിട്ട് ഞാൻ തപസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും തപസ്സിനായി പോകുന്നു. തപസ്സിനായി പോയി എങ്കിലും വസിഷ്ഠനോടുള്ള ശത്രുത വിശ്വാമിത്രൻ ഉപേക്ഷിച്ചില്ല. തൻ്റെ പത്നിയോടൊപ്പം അനേക സംവത്സരം വീണ്ടും കഠിന തപസ് അനുഷ്ഠിക്കുകയും അനന്തരഫലമായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് തപോധനനായ വിശ്വാമിത്രനോട് ഇപ്രകാരം പറഞ്ഞു: കൗശിക, തപസ്സുകൊണ്ട് നീ രാജർഷി ലോകങ്ങൾ ജയിച്ചിരിക്കുന്നു. ഈ തപസ്സുകൊണ്ട് നിന്നെ നാം രാജർഷി എന്ന് അംഗീകരിക്കുന്നു. വരം നൽകിയിട്ട് ബ്രഹ്മാവ് അപ്രത്യക്ഷനാകുന്നു. കൊടും തപസ്സു ചെയ്ത് ദേവന്മാരും ഋഷിമാരും എന്നെ രാജർഷി എന്ന് കരുതുന്നു. തപസ്സിൻ്റെ ഫലം കിട്ടിയെന്ന് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ വിചാരിച്ച് വിശ്വാമിത്രൻ വീണ്ടും തപസ്സു തുടരുകയാണ്. അക്കാലത്ത് ഇക്ഷ്വാകു വംശത്തിൽ ജിതേന്ദ്രിയനും സത്യവാദിയുമായ ത്രിശങ്കു എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തോന്നി സ്വശരീരത്തോടു കൂടി ദേവലോകത്തിൽ പോകണമെന്ന്. നമുക്കറിയാം, എല്ലാവരും മരിച്ചു കഴിഞ്ഞാണ് ആത്മാവാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്, ശരീരം ത്യജിച്ച്. പക്ഷേ ത്രിശങ്കു വിചാരിച്ചു ശരീരത്തോടു കൂടി പോകണമെന്നും അതിനായി യാഗം ചെയ്യണമെന്നും. അതിനാൽ അദ്ദേഹം കുലഗുരുവായ വസിഷ്ഠനെ സമീപിച്ച് തൻ്റെ ആഗ്രഹം അറിയിച്ചു. വസിഷ്ഠൻ ആ ആഗ്രഹം അസാധ്യമാണെന്ന് അപ്പോൾ തന്നെ തിരസ്കരിച്ചിട്ട് പോവുകയാണ്. വീണ്ടും ത്രിശങ്കു വസിഷ്ഠപുത്രന്മാരെ പ്രാപിച്ചു. അവർ 100 പേരും ദീർഘ തപസ്സിലേർപ്പെട്ടിരിക്കുന്ന സമയത്താണ് ത്രിശങ്കു അവരെ സമീപിക്കുന്നത്. ഗുരുപുത്രന്മാരുടെ അടുത്തെത്തി അവരോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. ഉടനെ തന്നെ ഗുരുപുത്രന്മാരും ഈ ആഗ്രഹം നിരസിക്കുകയാണ് ഉണ്ടായത്. വസിഷ്ഠനാൽ തിരസ്കൃതനായ അങ്ങയെ ഞങ്ങൾക്കും സഹായിക്കാൻ കഴിയില്ല. ഇത് കേട്ട ത്രിശങ്കു വീണ്ടും പറഞ്ഞു: ഇക്ഷ്വാകുക്കൾക്ക് പരമാശ്രയം അവരുടെ പുരോഹിതനാണ്. അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് എനിക്ക് നാഥനായിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം, എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം എന്ന് പറയുന്നു. ത്രിശങ്കുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഗുരുപുത്രന്മാർ 100 പേരും കോപം പൂണ്ട് രാജാവിനോട് പറഞ്ഞു: ദുർബുദ്ധിയായ നീ സത്യവാദിയായ ഞങ്ങളുടെ അച്ഛനാൽ തിരസ്കരിക്കപ്പെട്ടു. അദ്ദേഹത്തെ വെടിഞ്ഞ് നീ എങ്ങനെയാണ് മറ്റൊരു ശാഖ പിടിക്കുന്നത്? ഇക്ഷ്വാകുക്കൾക്കെല്ലാം പരമഗതി പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് അതിക്രമിക്കാനോ ലംഘിക്കാനോ സാധ്യമല്ല തന്നെ. ഈ വസിഷ്ഠ മഹർഷി ഇങ്ങനെ പറഞ്ഞിരിക്കെ ആ യാഗം ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? രാജൻ, നീ ചിന്തിക്കുന്നത് വളരെ ബാലിശമായിട്ടാണ്. കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുക. ഈ ത്രിലോകങ്ങളെയും യജിപ്പിക്കാൻ ശക്തനാണ് വസിഷ്ഠ മഹർഷി. അദ്ദേഹത്തിന് ഞങ്ങൾ എങ്ങനെ അപമാനം വരുത്തും? അതുകൊണ്ട് ഈ ആഗ്രഹം ഉപേക്ഷിച്ച് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ടിട്ട് രാജാവ് വീണ്ടും അവരോട് പറഞ്ഞു: ഗുരുവും ഗുരുപുത്രന്മാരും തിരസ്കരിച്ച് ഞാൻ മറ്റു വഴിക്ക് പോവുകയാണ്. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. കോപം കൊണ്ട് ക്രുദ്ധരായി തീർന്ന ഗുരുപുത്രന്മാർ ത്രിശങ്കുവിനെ ചണ്ടാലനായി പോകട്ടെ എന്ന് ശപിക്കുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും ത്രിശങ്കു ചണ്ടാലനായി തീർന്നു. നീല തുണിയുടുത്ത്, നീല നിറമാണ്ട്, മുടിയൊക്കെ പാറിപ്പറന്ന്, പട്ടടയിലെ ചാരവും മാലയും ചാർത്തി, ഇരുമ്പ് കൊണ്ടുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഈ ചണ്ടാള രൂപിയെ കണ്ട് എല്ലാവരും ഭയപ്പെട്ടു. തന്നെയല്ല, ഈ ത്രിശങ്കുവിൽ നിന്ന് എല്ലാവരും ഓടി ഒളിക്കാനും തുടങ്ങി. ഈ രൂപത്തിലാണ് ഏകനായിട്ട് തപോധനനായ വിശ്വാമിത്രനെ ചെന്ന് കാണുന്നത്. ചണ്ടാല രൂപിയായ രാജാവിനെ കണ്ട് വിശ്വാമിത്രൻ കാരുണ്യത്തോടെ ഇങ്ങനെ പറയുകയാണ്: അങ്ങയ്ക്ക് മംഗളം. ശാപം കൊണ്ട് ചണ്ടാളത്വം പ്രാപിച്ച അല്ലയോ അയോധ്യാധിപതേ, അങ്ങയുടെ ആഗമനോദ്ദേശം എന്താകുന്നു? ത്രിശങ്കു തൻ്റെ ആഗ്രഹം വിശ്വാമിത്രനോട് അറിയിക്കുകയാണ്. ഗുരുവും ഗുരുപുത്രന്മാരും എന്നെ തിരസ്കരിച്ചു. ആഗ്രഹം സാധിക്കാതെ ഞാൻ വിപരീതത്തിലുമായി. സശരീരനായി സ്വർഗം പ്രാപിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 100 യാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫലമൊന്നും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആപത്തിൽ പോലും ഞാൻ
അധർമ്മം ചെയ്തിട്ടില്ല. വിധിയാവണ്ണം രാജ്യം പരിപാലിച്ചിട്ടുണ്ട്, ഗുരുക്കന്മാരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ധർമാനുസൃതമായ പ്രജകളെ പരിപാലിച്ചിട്ടുണ്ട്. ശീലം കൊണ്ടും ഗുണം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ധർമ്മിഷ്ഠനായിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമായിട്ടും ഗുരുക്കന്മാർ എന്നിൽ സംപ്രീതരായില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പരമാത്മസ്വരൂപമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് പരമമായത് എന്നാണ്. പൗരുഷം നിരർഥകമാണ് എന്നും തോന്നുന്നു. ആ പരമ്പൊരുളാണല്ലോ എല്ലാത്തിനെയും കീഴടക്കുന്നതും നിയന്ത്രിക്കുന്നതും. ആ പരമാത്മാവിൽ വിലയം പ്രാപിക്കുക എന്നതാണ് പരമഗതിയും. ഈശ്വരഹിതമാണല്ലോ എല്ലാ കർമ്മവും. അതിനാൽ അങ്ങയെ ഞാൻ ആശ്രയിച്ചു വന്നിരിക്കുകയാണ്. എന്നെ കൈവെടിയരുതേ, എന്നിൽ പ്രസാദിക്കണമേ. ഞാൻ അങ്ങയെ ആശ്രയിച്ചു വന്നിരിക്കുകയാണ്. മറ്റാരെയും ഞാനിനി ശരണം പ്രാപിക്കയില്ല, മറ്റാരിലും വിശ്വസിക്കുകയുമില്ല. അതുകൊണ്ട് അങ്ങ് എൻ്റെ ആഗ്രഹം നിറവേറ്റിത്തരണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ത്രിശങ്കുവിൻ്റെ വാക്കുകൾ കേട്ട് വിശ്വാമിത്രൻ ത്രിശങ്കുവിന് ശരണം നൽകുന്നു. തന്നെ എല്ലാ സശരീരനായി സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ട യാഗങ്ങൾ നടത്താമെന്നും വാക്കുകൊടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് കൗശികൻ ധർമ്മിഷ്ഠരായ തൻ്റെ പുത്രന്മാരോട് വേണ്ടതെല്ലാം ചെയ്യാൻ കൽപ്പിക്കുകയാണ്. ശിഷ്യന്മാരെല്ലാം പുത്രന്മാരോടുകൂടി തന്നെ സർവഋഷിമാരെയും മുനിമാരെയും വിളിച്ച് യജ്ഞത്തിനുള്ള ഏർപ്പാട് ചെയ്യുന്നു. അനാദരമായി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. ശിഷ്യന്മാർ ബ്രഹ്മവാദികൾ പറഞ്ഞതെല്ലാം പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അങ്ങയുടെ വാക്ക് കേട്ടിട്ട് എല്ലാ ദേശങ്ങളിൽ നിന്നും ബ്രാഹ്മണർ വരുന്നുണ്ട്. പക്ഷേ വസിഷ്ഠപുത്രന്മാർ 100 പേർ കോപത്തോടെ പറഞ്ഞത് കേട്ടാലും ക്ഷത്രിയൻ യാചകനാണ്, വിശേഷിച്ചും ചണ്ടാലൻ്റെ യാചകൻ. ആ സദസ്സിൽ സുരർഷികൾ എങ്ങനെ ഹവിസ് സ്വീകരിക്കും? ചണ്ടാല ഭോജനം കഴിച്ച മഹാബ്രാഹ്മണർ വിശ്വാമിത്രൻ്റെ രക്ഷയിൽ എങ്ങനെ സ്വർഗം പ്രാപിക്കും? ഈ കോപമൂണ്ട വാക്കുകൾ കേട്ട വിശ്വാമിത്രൻ ആ വസിഷ്ഠൻ്റെ 100 പുത്രന്മാരെയും ശപിക്കുകയാണ്. ഉഗ്ര തപസ്സാചരിക്കുന്ന നിരപരാധിയായ എന്നെ ദുഷിക്കുന്ന ഈ ദുരാത്മാക്കൾ ഭസ്മമായി ഭവിക്കട്ടെ. സംശയമില്ല, ഇപ്പോൾ കാലപാശത്താൽ ബദ്ധരായി കാലപുരിയിലെത്തി അവർ 700 ജന്മം ശവഭോജികളായി തീരും. പതിവായി പട്ടിയിറച്ചിയും തിന്ന് നിർദ്ദയരും വികൃതരും വിരൂപരുമായി മുഷ്ടികന്മാർ എന്ന പേരോടെ ലോകത്തിൽ അലഞ്ഞു നടക്കും. നിർദോഷിയായ എന്നെ ദുഷിച്ച മഹോദയനും നിർദ്ദയം പ്രാണിഹിംസ ചെയ്ത് നെടുനാൾ എൻ്റെ കോപത്തിൽ ദുർഗതിയായി വാഴാനിടവിടും. ഇങ്ങനെ ശപിച്ചതിന് ശേഷം കൗശികൻ ശാന്തനാവുകയാണ്. ഇതിന് പ്രകാരം വസിഷ്ഠരും മഹോദയനും വധിക്കപ്പെട്ടു. തപോബലത്താൽ ഈ വിവരം വിശ്വാമിത്രൻ അറിയുകയാണ്. അദ്ദേഹം മറ്റ് ഋഷികളോട് പറഞ്ഞു, ത്രിശങ്കു എന്ന പേരിൽ പ്രസിദ്ധനായ ഈ രാജാവിനെ സ്വന്തം ശരീരത്തോടെ സ്വർഗം പ്രാപിക്കാൻ എന്നെ നിങ്ങൾ സഹായിച്ചാലും നിങ്ങൾ എന്നോടൊത്ത് അതിനു വേണ്ട യജ്ഞം ചെയ്താലും. വിശ്വാമിത്രൻ്റെ വാക്ക് കേട്ട് മഹർഷിമാരെല്ലാവരും ചേർന്ന് തമ്മിൽ പറഞ്ഞു. ഈ വിശ്വാമിത്ര മഹർഷി വലിയ കോപശീലനാണ്. അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അഗ്നിതുല്യനായ അദ്ദേഹം കോപിച്ചാൽ ശപിക്കും, നമ്മളെല്ലാം ഭസ്മമായി പോകും. ആകയാൽ ത്രിശങ്കു വിശ്വാമിത്ര തേജസ്സിനാൽ സശരീരനായി സ്വർഗം പ്രാപിക്കാൻ ഉതകുന്ന യജ്ഞം നടത്താം. ഇങ്ങനെ പറഞ്ഞ് മഹർഷിമാരെല്ലാവരും ചേർന്ന് യജ്ഞം ചെയ്യാൻ തുടങ്ങി. യാഗത്തിൽ യാചകനായിട്ട് കൗശികനായിരുന്നു. മന്ത്രജ്ഞരായ ഋത്വിക്കുകൾ യഥാവിധി സർവക്രിയകളും ചെയ്തു. പല നാൾ കഴിഞ്ഞ് മഹാതപസ്വിയായ വിശ്വാമിത്രൻ ആവിർഭാഗം സ്വീകരിക്കാൻ സർവ്വദേവതമാരെയും ആവാഹനം ചെയ്തു. പക്ഷേ ദേവതമാരാരും വന്നില്ല ആവിർഭാഗം സ്വീകരിക്കാൻ. കോപം പൂണ്ട കൗശികൻ ശ്രുവം ഉയർത്തിപ്പിടിച്ചിട്ട് ത്രിശങ്കുവിനോട് ഈ വിധം പറഞ്ഞു: രാജൻ, ഞാൻ നേടിയ തപസ്സിൻ്റെ ബലം കണ്ടുകൊള്ളുക. അങ്ങയെ ഞാൻ എൻ്റെ ശക്തി കൊണ്ട് തന്നെ സശരീരനായി സ്വർഗത്തിലേക്ക് അയക്കും. അപ്രാപ്യമായ സ്വർഗം ശരീരത്തോടു കൂടി തന്നെ അങ്ങ് പ്രാപിച്ചു കൊള്ളുക. എന്തെങ്കിലും തപഫലം ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി കൊണ്ട് തന്നെ അങ്ങ് സ്വർഗം പ്രാപിക്കും. ഇങ്ങനെ പറഞ്ഞ് കൗശികൻ തൻ്റെ ബലം കൊണ്ട് മറ്റു മഹർഷിമാരെല്ലാം നോക്കി നിൽക്കെ ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ത്രിശങ്കു സശരീരനായി സ്വർഗത്തെത്തിയപ്പോൾ ഇന്ദ്രൻ മറ്റു ദേവന്മാരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു: ത്രിശങ്കു, നീ സ്വർഗവാസത്തിന് അർഹനല്ല. ഗുരുശാപഹതനായ നീ തലകീഴായി ഭൂമിയിൽ വീഴുക. ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രക്ഷിക്കണേ എന്ന് വിശ്വാമിത്രനെ നിലവിളിച്ചുകൊണ്ട്
ത്രിശങ്കു വീണു തുടങ്ങി. തലകീഴായാണ് വീഴുന്നത്. ത്രിശങ്കുവിൻ്റെ നിലവിളി കേട്ട് വിശ്വാമിത്രൻ തീവ്ര കോപത്തോടെ നിൽക്ക് നിൽക്ക് എന്ന് ആജ്ഞാപിച്ചു. തേജസ്വിയായ വിശ്വാമിത്രൻ ദക്ഷിണദിക്കിൽ വേറെ സപ്തർഷികളെ സൃഷ്ടിച്ച് പുതിയ നക്ഷത്ര സമൂഹത്തെയും സൃഷ്ടിച്ചു. എന്തിനേറെ മറ്റൊരു ഇന്ദ്രനെയും മറ്റ് ദേവന്മാരെയും സൃഷ്ടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് മറ്റ് ദേവന്മാരും ഋഷിമാരും അസുരന്മാരും അത്യന്തം പരിഭ്രമിച്ചു. അനുനയപൂർവ്വം അവർ വിശ്വാമിത്രനോട് പറഞ്ഞു, മഹാഭാഗ, മാമുനെ, ഗുരുശാപത്താൽ തിരസ്കൃതനായവനാണ് ഇവൻ. സ്വർഗവാസത്തിന് യോഗ്യനല്ലെന്നറിഞ്ഞാലും. ഇതിനു മറുപടിയായി വിശ്വാമിത്രൻ ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഇദ്ദേഹത്തെ സശരീരനായി സ്വർഗത്തിലെത്തിക്കാൻ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. വാക്ക് ലംഘിക്കുക എന്നുള്ളത് ഒട്ടും തന്നെ ഭദ്രമല്ല. പ്രതിജ്ഞ ചെയ്താൽ അത് അന്വർത്ഥമാക്കുക തന്നെ വേണം. സശരീരനായ ത്രിശങ്കുവിൻ്റെ ഈ സ്വർഗം ശാശ്വതമായി ഭവിക്കട്ടെ. ഞാൻ സൃഷ്ടിച്ച നക്ഷത്രങ്ങളും ശാശ്വതങ്ങളായിരിക്കട്ടെ. ലോകമുള്ള കാലമത്രയും ഞാൻ നിർമ്മിച്ച ഇവയെല്ലാം നിലനിൽക്കട്ടെ. ദേവന്മാരേവരും ഇത് അനുവദിക്കട്ടെ. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, അങ്ങനെ ആവട്ടെ, അങ്ങേക്ക് ഭദ്രം. ഇവയൊക്കെ വൈശ്വാനര പഥത്തിന് പുറത്ത് ആകാശത്തിൽ നിന്നുകൊള്ളട്ടെ. ആ ജ്യോതിസുകളിൽ ഉജ്ജ്വലനായി അവാക്ഷിരസായി അമരതുല്യനായി ത്രിശങ്കുവും നിലനിന്നുകൊള്ളട്ടെ. സ്വർഗപ്രാപ്തനെ പോലെ കൃതാർത്ഥനും കീർത്തിമാനുമായ ഈ രാജാവിനെ ഈ ജ്യോതിർഗണങ്ങൾ എപ്പോഴും അനുഗമിക്കും. സർവ്വദേവന്മാരും വിശ്വാമിത്രൻ്റെ വാക്കുകളെ സമ്മതിക്കുന്നു, അദ്ദേഹത്തോട് യോജിക്കുന്നു. അതിനുശേഷം യജ്ഞാവസാനത്തിൽ ദേവന്മാരും ഋഷികളും തപോധനന്മാരും വന്ന പോലെ തിരിച്ചു പോവുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വനവാസികളോടായി പറഞ്ഞു, ഈ ദക്ഷിണ ദിക്കിൽ തപസ്സിന് വലിയ വിഘ്നം സംഭവിച്ചു. മറ്റൊരു ദിക്കിൽ പോയി തപസ് ചെയ്യാം. പടിഞ്ഞാറ് വിശാലമായ പുഷ്കരത്തിൽ സുഖമായി തപസ് ചെയ്യാം. അത് നല്ല തപോവനമാണ്. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവിടെ പോയി തപസ് ചെയ്യാൻ തുടങ്ങി. ഇക്കാലത്ത് അയോധ്യ ഭരിച്ചിരുന്ന അംബരീഷൻ എന്ന രാജാവ് യജ്ഞം നടത്താൻ തുടങ്ങുന്നു. യജ്ഞപശുവിനെ ഇന്ദ്രൻ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ പുരോഹിതൻ രാജാവിനോട് പറഞ്ഞു, കൊണ്ടുവന്ന പശു അങ്ങയുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെട്ടു. രക്ഷിക്കാനാവാത്ത രാജാവിനെ ദോഷങ്ങൾ ബാധിക്കും, പ്രജകൾ പരിഹസിക്കും, മറ്റുള്ളവർ മാനിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ യജ്ഞത്തിനായി ഒരു മനുഷ്യനെയോ ഒരു പശുവിനെയോ കർമ്മം തുടങ്ങുന്നതിന് മുമ്പ് വേഗം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. യജ്ഞപശുവിനെ വീണ്ടെടുക്കാനായി നഗരങ്ങൾ, ജനപദങ്ങൾ, ദേശങ്ങൾ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹം ഭൃഗുതുംഗത്തിലെത്തുകയാണ്. അവിടെ ഋജീകൻ എന്ന മഹർഷി തൻ്റെ പത്നിയോടും പുത്രന്മാരോടുമൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. രാജാവ് 10,000 പശുക്കൾക്ക് പകരമായി യജ്ഞപശുവാകാൻ ഒരു പുത്രനെ കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. എല്ലാ നാടുകളിലും തേടി അലഞ്ഞ ശേഷമാണ് ഞാനിവിടെ എത്തിയത്. എനിക്ക് യജ്ഞത്തിന് പശുവിനെ കിട്ടിയില്ല. ഇത് കേട്ട് ഋജീകൻ പറഞ്ഞു, രാജൻ, മൂത്ത പുത്രനെ ഞാൻ ഒരു വിധത്തിലും തരികയില്ല. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അംബരീഷനോട് ഇപ്രകാരം പറഞ്ഞു, മൂത്ത പുത്രനെ വിൽക്കയില്ലെന്ന് അവൻ്റെ പിതാവ് പറഞ്ഞുവല്ലോ. ഇളയ പുത്രൻ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ്. അതിനാൽ അവനെ ഞാനും നൽകുകയില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന മധ്യമപുത്രനായ ശുനശേഫൻ മുന്നോട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു, ജ്യേഷ്ഠനെ വിൽക്കയില്ലെന്ന് അച്ഛൻ പറഞ്ഞുവല്ലോ, അനുജനെ തരികയില്ലെന്ന് അമ്മയും പറഞ്ഞു. അതിനാൽ തന്നെ മധ്യമൻ വിൽപ്പനയ്ക്കുള്ളവനാണെന്ന് കരുതുന്നു. രാജൻ എന്നെ കൊണ്ടുപോയാലും. അനന്തരം കോടിക്കണക്കിന് സ്വർണങ്ങളും രത്നങ്ങളും 100,000 പശുക്കളും കൊടുത്ത് ശുനശേഫനെ വാങ്ങി പരമസന്തുഷ്ടനായി അംബരീഷൻ അവനെ തൻ്റെ തേരിലേറ്റി സ്വന്തം സ്ഥലത്തേക്ക് യാത്രയായി. ശുനശേഫനെ വാങ്ങി കൊണ്ടുപോകും വഴി ഏതാണ്ട് ഉച്ച സമയത്തോടടുത്ത നേരം അംബരീഷ മഹാരാജാവ് പുഷ്കരത്തിൽ അല്പം വിശ്രമിക്കാനായി ഇരുന്നു. ഉടനെ തന്നെ ദുഃഖിതനായിരുന്ന ആ ശുനശേഫൻ അടുത്തു തന്നെ തപസ് ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ മാതുലനായ വിശ്വാമിത്രനെ കാണുകയാണ്. ഉടനെ തന്നെ വിശ്വാമിത്രൻ്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു, അങ്ങ് ഉത്തമ തപസ്സാചരിച്ച് എനിക്ക് സ്വർഗം പ്രാപിക്കാനുള്ള വഴി കാണിച്ചു തരണം. എനിക്ക് ആരുമില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല. പിന്നെ ജ്ഞാതികളുടെയും ബന്ധുക്കളുടെയും കാര്യം പറയേണ്ടതുണ്ടോ? അങ്ങ് ധർമ്മത്താൽ എന്നെ രക്ഷിക്കണം. എല്ലാവരെയും രക്ഷിക്കുന്നവനാണല്ലോ അങ്ങ്. പിന്നെ ഈ രാജാവിൻ്റെ കാര്യം നടക്കുകയും വേണം, ഞാൻ ദീർഘായുസ്സാകുകയും വേണം. അതിനായിട്ട് എന്തെങ്കിലും ചെയ്താലും ധർമാത്മാവായ അങ്ങ് അച്ഛൻ മകനെ എന്ന പോലെ എന്നെ ആപത്ത് തീർത്ത് രക്ഷിക്കണേ എന്നിങ്ങനെ ദയനീയമായി അപേക്ഷിക്കുകയാണ്. ഇത് കേട്ട വിശ്വാമിത്രൻ തൻ്റെ പുത്രന്മാരോട് പറഞ്ഞു, പിതാക്കന്മാർ
എന്തു നന്മ ആഗ്രഹിച്ച് മക്കളെ ജനിപ്പിക്കുന്നുവോ ആ പരലോകഹിതം സാധിക്കാനുള്ള സമയം ഇതാ വന്നിരിക്കുകയാണ്. ഈ ബാലനായ മുനിപുത്രനെ നിങ്ങൾ രക്ഷിക്കണം. എൻ്റെ പുത്രന്മാരായ നിങ്ങളെല്ലാവരും സുഹൃതകർമാക്കളും ധർമ്മപരായണരുമാണല്ലോ. രാജാവിൻ്റെ യജ്ഞപശുവായി തീരാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറാവുക. എന്നിട്ട് അഗ്നിക്ക് തൃപ്തി നൽകി ഈ ശുനശേഫനെ രക്ഷിക്കണം. അവൻ സനാഥനാകും. യജ്ഞം നിർവിഘ്നം നടക്കുകയും ചെയ്യും. ദേവന്മാർ തൃപ്തരാകും. എൻ്റെ വാക്കും പാലിക്കപ്പെടും. ഇത് കേട്ട ഉടനെ പുത്രന്മാർ വളരെയധികം അഭിമാനത്തോടെ പക്ഷേ പരിഹാസരൂപേണ പറഞ്ഞു, പിതാവേ, അങ്ങ് സ്വന്തം മക്കളെ വെടിഞ്ഞ് അന്യൻ്റെ പുത്രനെ രക്ഷിക്കുന്നു. അത് പട്ടിയിറച്ചി തിന്നും പോലെ നിന്ദ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു. പുത്രന്മാരുടെ ഇപ്രകാരമുള്ള പരിഹാസ വാക്കുകൾ കേട്ട് കോപം കൊണ്ട് തുടുത്ത കണ്ണോടെ വിശ്വാമിത്രൻ പറഞ്ഞു, എൻ്റെ വാക്കിനെ അനാദരിച്ച് ദാരുണവും അധർമ്മവുമായ ഈ വാക്ക് കൂസലില്ലാതെ എന്നോട് പറഞ്ഞ നിങ്ങൾ ചണ്ഡാലകുലത്തിൽ ജനിച്ച് പട്ടിയിറച്ചി തിന്ന് 1000 വർഷം ഭൂമിയിൽ വാഴുക. ഇങ്ങനെ പുത്രന്മാരെ ശപിച്ചിട്ട് ആ മാമുനി ശുനശേഫനെ രക്ഷ നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പവിത്രപാശത്താൽ ബന്ധിക്കപ്പെട്ട് രക്തമാല്യം അണിഞ്ഞ് വിഷ്ണുരൂപത്തിലെത്തുമ്പോൾ നീ അഗ്നിയെ വാഴ്ത്തണം. അതിനായി അംബരീഷൻ്റെ യാഗത്തിൽ നീ ഈ ദിവ്യങ്ങളായ ഈ 2 മന്ത്രങ്ങൾ ജപിക്കണം. അതിനാൽ നീ സിദ്ധി നേടും. ഇങ്ങനെ പറഞ്ഞ് 2 മന്ത്രങ്ങൾ ഉപദേശിക്കുകയാണ്. ശുനശേഫൻ സശ്രദ്ധം തന്നെ ആ 2 മന്ത്രങ്ങളും ഗ്രഹിച്ചിട്ട് വേഗം അംബരീഷനോട് പറഞ്ഞു, ഹേ രാജ, നമുക്ക് ശീഘ്രം പോകാം. ദീക്ഷ സ്വീകരിച്ചിട്ട് യജ്ഞകർമ്മത്തെ നിർവഹിക്കുക. മുനിപുത്രൻ്റെ വാക്യം കേട്ട് രാജാവ് സന്തോഷത്തോടുകൂടി വേഗം തന്നെ യജ്ഞശാലയിലെത്തുകയും സദസ്യരുടെയും പുരോഹിതന്മാരുടെയും അനുവാദത്തോടെ യജ്ഞം തുടങ്ങുകയും ചെയ്തു. അവിടെ പവിത്രപാശത്താൽ ബന്ധിക്കപ്പെട്ട് രക്തമാല്യം അണിഞ്ഞ് രക്താംബരം ധരിച്ച് ഈ യജ്ഞപശുവായ ശുനശേഫനെ രാജാവ് വിഷ്ണുരൂപത്തിൽ ബന്ധിക്കുകയാണ്. അങ്ങനെ ബന്ധിക്കപ്പെട്ട അവൻ ഇന്ദ്രനെയും ഇന്ദ്രൻ്റെ അനുജനെയും വിശിഷ്ട വചനങ്ങളാൽ സ്തുതിക്കുന്നു. ഈ മന്ത്രത്താൽ രഹസ്യ സ്തുതി കേട്ട് സന്തുഷ്ടനായ ദേവേന്ദ്രൻ ശുനശേഫന് ദീർഘായുസ് നൽകി. അംബരീഷനും ദേവേന്ദ്രൻ്റെ പ്രസാദത്താൽ യജ്ഞഫലം അനേകമിരട്ടിയായി നൽകി. ധർമാത്മാവായ വിശ്വാമിത്രൻ പുഷ്കരത്തിൽ വീണ്ടും 1000 സംവത്സരം കഠിന തപസ്സിൽ മുഴുകുകയാണ്. ഈ അവസരത്തിൽ സ്വർലോകത്തിൽ നിന്നും അപ്സരസുന്ദരിയായ മേനക അവിടെ എത്തിച്ചേരുകയും അവളിൽ ആകൃഷ്ടനായ മഹർഷി അവളോട് പറഞ്ഞു, നീ ഇവിടെ താമസിക്കുക. ഞാൻ നിന്നിൽ അനുരക്തനായിരിക്കുന്നു. അതുകൊണ്ട് നീ എത്ര കാലം വേണമെങ്കിലും ഇവിടെ എന്നെ പരിചരിച്ച് താമസിച്ചാലും. മാമുനിയുടെ വാക്കുകൾ സ്വീകരിച്ച് മേനക അദ്ദേഹത്തോടൊപ്പം അവിടെ താമസിക്കാൻ തുടങ്ങും. അങ്ങനെ ഉഗ്ര തപസ് ചെയ്തുകൊണ്ടിരുന്ന മാമുനിയുടെ തപസ്സിന് വിഘ്നം വന്നുകൂടി. തൻ്റെ തപസ്സിന് വിഘ്നം വന്നുവല്ലോ എന്ന് തിരിച്ചറിഞ്ഞ മാമുനി മേനകയെ ശപിക്കാൻ ഒരുങ്ങുന്നു. പക്ഷേ അദ്ദേഹം അവളെ മടങ്ങിപ്പോകാൻ അനുവദിക്കുക മാത്രമല്ല, ഇതെല്ലാം ദേവന്മാരുടെ ചെപ്പടി വിദ്യകളാണെന്ന് മനസ്സിലാക്കി വീണ്ടും തൻ്റെ തപസ് തുടരുന്നു. ഇങ്ങനെ ഉഗ്ര തപസ് ചെയ്തുകൊണ്ടിരുന്ന വിശ്വാമിത്ര മഹർഷിയെ കണ്ടിട്ട് ദേവന്മാർ ഭയാക്രാന്തരാവുകയാണ്. ഋഷിമാരും ദേവന്മാരും ഒത്തുചേർന്ന് മാമുനിയെ തപസ്സിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു തുടങ്ങി. അവരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ സമീപിക്കുകയും ബ്രഹ്മാവ് വിശ്വാമിത്ര മാമുനിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ട മഹർഷിപദം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. വിശ്വാമിത്രൻ കൈകൂപ്പി ബ്രഹ്മാവിനോട് അറിയിച്ചു, ഞാൻ ചെയ്ത ശുഭകർമ്മങ്ങളുടെ ഫലമായി എനിക്ക് ബ്രഹ്മർഷിപദം അവിടുന്ന് അരുളുന്നെങ്കിൽ ഞാൻ ജിതേന്ദ്രിയനായി. ബ്രഹ്മാവ് ഇപ്രകാരം മറുപടി പറഞ്ഞു, നീ ഇനിയും ജിതേന്ദ്രിയനായിട്ടില്ല മാമുനെ, വീണ്ടും യത്നിക്കുക എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. ദേവന്മാർ പോയി കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ തലകീഴായി നിന്ന് വായു മാത്രം ഭക്ഷിച്ച് കൊടിയ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. വേനൽക്കാലത്ത് അഗ്നിയുടെ മധ്യത്തിലും, മഴക്കാലത്ത് ആ മഴ നനഞ്ഞ മാനത്തിൻ്റെ കീഴിലും, മഞ്ഞുകാലത്ത് ജലത്തിലും രാവും പകലും കഴിച്ചുകൂട്ടി. ഇങ്ങനെ 1000 വർഷം വീണ്ടും ഘോരമായ തപസ് അനുഷ്ഠിച്ചു. വിശ്വാമിത്ര മാമുനി ഇങ്ങനെ തപസ് ആചരിക്കെ ദേവന്മാർക്കും മറ്റുള്ളവർക്കും വലിയ സന്താപം തന്നെ ഉണ്ടായി. ഇന്ദ്രനും അത് കണ്ട് സന്താപം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ഇത്തവണ ഇന്ദ്രൻ രംഭയെ വിളിച്ചാണ് പറയുന്നത്, രംഭയെ, മഹത്തായ ഒരു ദേവകാര്യം നീ സാധിക്കണം. ഈ വിശ്വാമിത്ര മാമുനിയെ നീ കാമമോഹിതനാക്കി തീർക്കണം.
ഇങ്ങനെ പറഞ്ഞ് അപ്സരസുന്ദരിയായ രംഭയെ മരുത്തുക്കളോടൊപ്പം മാമുനിയുടെ തപസ് മുടക്കാനായി ഭൂലോകത്തേക്ക് അയക്കുന്നു. ക്ഷിപ്രകോപിയായ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് പോകാൻ രംഭ വിസമ്മതിച്ചെങ്കിലും ദേവന്മാർ അവളെ അനുനയിപ്പിച്ച് ഭൂലോകത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ രംഭ വിശ്വാമിത്രൻ്റെ സമീപം ചെന്നു ചേരുന്നു. അങ്ങനെ വിശ്വാമിത്രനെ മോഹിപ്പിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കുന്നതിനായി പ്രകൃതിയും കാമദേവനും രംഭയോടൊപ്പം സഹകരിക്കുന്നു. സുന്ദരിയായ രംഭ തൻ്റെ ചേഷ്ടകൾ കൊണ്ടും സുന്ദരമായ മൊഴികൾ കൊണ്ടും വിശ്വാമിത്രനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കേട്ട വിശ്വാമിത്രൻ സംശയം പൂണ്ട് രംഭയുടെ നേർക്ക് നോക്കുകയും ഇതെല്ലാം ഇന്ദ്രൻ്റെ പണിയാണെന്നറിഞ്ഞ് കോപം പൂണ്ട് രംഭയുടെ നേർക്ക് ശാപവാക്കുകൾ ചൊരിയുന്നു. ഹേ രംഭേ, ദുർഭഗേ, ഇന്ദ്രനാൽ അയക്കപ്പെട്ട നീ കാമക്രോധങ്ങൾ ജയിക്കാൻ ജിതേന്ദ്രിയനായി ഭവിക്കാൻ ശ്രമിക്കുന്ന എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്നത് കാരണം 1000 ആണ്ട് ശിലയായി ശയിച്ചാലും തപോബല സമന്വിതനായ ബ്രാഹ്മണൻ എൻ്റെ ക്രോധത്താൽ കലുഷയായി നിന്നെ മോചിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം രംഭയെ ശപിക്കുന്നു. ബ്രഹ്മാവിനോട് വരം ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞിട്ട് പോയതേ ഉള്ളായിരുന്നു, നീ ഇനിയും ജിതേന്ദ്രിയനായിട്ടില്ല എന്ന്. താൻ കോപിഷ്ഠനായതറിഞ്ഞ് മുനി പശ്ചാത്താപ വിവശനായി തീർന്നു. ഈ കോപിഷ്ഠനായ മാമുനിയുടെ വാക്കുകൾ കേട്ട് രംഭശിലയായി തീർന്നു. കൂടെ ഉണ്ടായിരുന്ന ഇന്ദ്രനും കാമദേവനും അപ്പോഴേ ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു. മാമുനിയായ വിശ്വാമിത്രനാകട്ടെ തനിക്ക് കോപം നിയന്ത്രിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് അസ്വസ്ഥനായി വീണ്ടും ദൃഢചിത്തനായി തപസ് തുടരാൻ തീരുമാനിക്കുകയാണ്. ഇപ്രാവശ്യം അദ്ദേഹം ചിന്തിച്ചു, മേലാൽ ഇങ്ങനെ കോപത്തിന് അധീനനാവുകയില്ല, ആരോടും സംസാരിക്കുകയില്ല. എത്ര വിപരീത സാഹചര്യങ്ങൾ വന്നാലും തൻ്റെ തപസ് കൊണ്ട് ഉദ്ദേശ ലക്ഷ്യം നേടുന്നത് വരെ ശ്വാസം വിടാതെ ആഹാരം കഴിക്കാതെ ശരീരം ശോഷിപ്പിച്ച് നിരവധി കാലം ഞാൻ തപസ് ആചരിക്കും. തപസ് അനുഷ്ഠിക്കുന്ന എനിക്ക് ശരീരത്തിന് ഹാനി സംഭവിക്കുകയില്ല. ഇങ്ങനെ ചിന്തിച്ച് 1000 വർഷം കൂടി തപസ് അനുഷ്ഠിക്കാൻ അദ്ദേഹം പ്രതിജ്ഞയെടുക്കുന്നു. അനന്തരം മാമുനി ഹിമവൽ പ്രദേശം ഉപേക്ഷിച്ച് പൂർവ്വദിക്കിലേക്ക് സഞ്ചരിച്ച് തീവ്രമായ തപസ്സിലേർപ്പെടുകയാണ്. മൗനവ്രതം ദീക്ഷിച്ച് 1000 ആണ്ട് കൊടിയ തപസ് ചെയ്തു. 1000 ആണ്ട് തികഞ്ഞപ്പോൾ മരം പോലെ ആയിത്തീർന്നു മാമുനി. വിഘ്നങ്ങൾ പലതും വന്നെങ്കിലും അതെല്ലാം അദ്ദേഹം അതിജീവിച്ചു. ഈ പ്രാവശ്യം ക്രോധത്തിന് വിധേയനായില്ല. നിശ്ചയദാർഢ്യത്തോടെ തപസ് തുടർന്നു. 1000 ആണ്ട് വ്രതം പൂർത്തിയാക്കി ആഹാരം കഴിക്കാൻ ആരംഭിക്കെ ഇന്ദ്രൻ ഒരു ബ്രാഹ്മണ രൂപത്തിൽ വന്ന് ആ ഭക്ഷണം യാചിക്കുകയാണ്. പാകം ചെയ്ത ചോറെല്ലാം അദ്ദേഹം ബ്രാഹ്മണന് നൽകി. ബാക്കിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാമുനി ഉപവാസം അനുഷ്ഠിച്ചു. മൗനവ്രതമായിരുന്നതിനാൽ വിപ്രനോട് ഒന്നും തന്നെ ചോദിച്ചതുമില്ല. വീണ്ടും 1000 വർഷം മൗനവ്രതമെടുത്ത് ശ്വാസമടക്കി തപസ് ചെയ്തു. ശ്വാസം നിരോധിച്ച് മാമുനിയുടെ മൂർധാവിൽ നിന്ന് പുക പൊങ്ങിത്തുടങ്ങി. തന്മൂലം 3 ലോകവും തപിക്കാൻ തുടങ്ങി. എല്ലാവരും പരിഭ്രാന്തരായി. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ബ്രഹ്മാവിനെ സമീപിച്ച് ദയനീയമായി ഇപ്രകാരം അറിയിച്ചു. വിശ്വാമിത്ര മഹാമുനി പലവട്ടം ലോഭിതനും ക്രോധിതനുമായെങ്കിലും തപസ്സിൽ മുന്നേറുകയാണ്. അദ്ദേഹത്തിൻ്റെ തപസ്സിന് വിഘ്നം വരുത്താൻ നമുക്ക് ആർക്കും കഴിഞ്ഞില്ല. അദ്ദേഹത്തിൽ തെല്ലുപോലും പാപമില്ല തന്നെ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഈ ജഗത്തെല്ലാം തൻ്റെ തപസ്സുകൊണ്ട് ചരാചരങ്ങളോടുകൂടി തന്നെ നശിപ്പിക്കും. ദിക്കെല്ലാം വ്യാകുലങ്ങളാണ്, ഒന്നിലും പ്രകാശമില്ല. കടലുകൾ അലറുന്നു, മാമലകൾ തകരുന്നു, ഭൂമി കുലുങ്ങുന്നു, കാറ്റിരമ്പുന്നു. ബ്രഹ്മദേവ, അവിടുന്ന് ഇതിന് പ്രതിവിധി കണ്ടാലും. ഇങ്ങനെ ജനങ്ങൾ നാസ്തികരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ത്രിലോകങ്ങളും കലങ്ങി മറിഞ്ഞ് മൂഢമായി കാണപ്പെടുകയാണ്. സൂര്യൻ പോലും തേജസ്സില്ലാതെയായി തീർന്നു. അഗ്നിതുല്യനായ മാമുനി ലോകം മുടിക്കാൻ തുടങ്ങും മുമ്പ് അദ്ദേഹത്തിൽ പ്രസാദിക്കണം. പണ്ട് കാലാഗ്നി കൊണ്ടെന്ന പോലെ ത്രിലോകങ്ങളും ദഹിക്കപ്പെടുകയാണ്. ദേവരാജ്യമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, എങ്കിൽ അത് നൽകിയാലും. അനന്തരം അവർ ബ്രഹ്മദേവനെ മുൻനിർത്തി വിശ്വാമിത്രൻ്റെ സമീപത്തെത്തി അദ്ദേഹത്തോട് ചോദിക്കുന്നു, ബ്രഹ്മർഷി, അങ്ങേക്ക് സ്വാഗതം. അങ്ങയുടെ തപസ്സുകൊണ്ട് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു, സംപ്രീതരായിരിക്കുന്നു. അങ്ങയുടെ ദൃഢനിശ്ചയത്താലും ഉഗ്ര തപസ്സിനാലും ബ്രാഹ്മണ്യത്തെ നേടിയിരിക്കുന്നു. ദേവന്മാരോടൊത്ത് ഞാൻ അങ്ങേക്ക് ദീർഘായുസ് നൽകുന്നു. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ.
അങ്ങ് സസുഖം വാണാലും. അവരുടെ വാക്കുകേട്ട് സന്തോഷത്തോടെ മാമുനി അവരെ പ്രണമിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ബ്രാഹ്മണ്യവും ദീർഘായുസ്സും എനിക്ക് ലഭിച്ചുവെങ്കിൽ ഓങ്കാരവും വഷട്കാരവും വേദങ്ങളും എന്നെ വരിക്കട്ടെ. ക്ഷത്രവേദജ്ഞരിലും ബ്രഹ്മവേദജ്ഞരിലും ശ്രേഷ്ഠനായ വസിഷ്ഠൻ എന്നോട് ഇപ്രകാരം പറയട്ടെ: എൻ്റെ ഈ വലിയ ആഗ്രഹം സാധിച്ചാൽ ദേവന്മാരെ ഭവാന്മാർ പൊയ്ക്കൊള്ളുവിൻ. ഇങ്ങനെ ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ച് വസിഷ്ഠൻ ഏവമസ്തു എന്നരുളി വിശ്വാമിത്രനുമായി സഖ്യം ചെയ്തു. ഭവാൻ ബ്രഹ്മർഷിയാകുന്നു, സംശയമേതുമില്ല, സർവവും അങ്ങേക്ക് സിദ്ധിക്കും. ഇങ്ങനെ പറഞ്ഞ് ദേവന്മാർ അപ്രത്യക്ഷരായി. ധർമാത്മാവായ വിശ്വാമിത്രനും ഉത്തമമായ ബ്രാഹ്മണ്യം പ്രാപിച്ച് ജപശ്രേഷ്ഠനായ വസിഷ്ഠനെ പൂജിച്ചു. അങ്ങനെ അദ്ദേഹം തപോനിരതനായി ലോകമെങ്ങും സഞ്ചരിച്ചു. ഹേ രാമ, ഇപ്രകാരമാണ് അദ്ദേഹം ബ്രാഹ്മണ്യം നേടിയത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂർവചരിത്രം. ഇദ്ദേഹം മുനിശ്രേഷ്ഠനും തപോമൂർത്തിയുമാകുന്നു. നിത്യമായ പരമധർമ്മവും വീര്യത്തിൻ്റെ പരമാശ്രയവുമാകുന്നു. ഇപ്രകാരം പറഞ്ഞ് ശതാനന്ദൻ നിർത്തുന്നു. രാമലക്ഷ്മണ സമക്ഷം ശതാനന്ദൻ്റെ ഈ വാക്കുകൾ കേട്ട് ജനക മഹാരാജാവ് കൈകൂപ്പിക്കൊണ്ട് കൗശികനോട് പറഞ്ഞു: മാമുനെ, രാമനോടൊത്ത് അങ്ങ് എൻ്റെ യജ്ഞത്തിന് വന്നതിൽ ഞാൻ ധന്യനും അനുഗ്രഹീതനുമായിരിക്കുന്നു. അങ്ങയുടെ ദർശനത്താൽ തന്നെ ഞാൻ പവിത്രനായി തീർന്നിരിക്കുന്നു. മഹത്തായ പല അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞ ഞങ്ങളെല്ലാവരും പുണ്യം ചെയ്തവരാണ്. അങ്ങേക്ക് വിശ്രമിക്കാം. ആശ്ചര്യകരങ്ങളായ കഥകൾ കേട്ട് എനിക്ക് മതിയായിട്ടില്ല. സന്ധ്യാകർമ്മത്തിനുള്ള നേരമായി. ഇതാ അങ്ങേക്ക് സ്വാഗതം. ജപശ്രേഷ്ഠനായ അങ്ങ് എന്നെ വിട കൊള്ളാൻ അനുവദിച്ചാലും. ഇത് കേട്ട് പ്രീതനായ കൗശികൻ രാജാവിനെ വാഴ്ത്തി വിട നൽകുന്നു. ജനകൻ ബന്ധുക്കളോടും പുരോഹിതനോടും കൂടി മാമുനിയെ വലം വെച്ച് നമസ്കരിക്കുന്നു. എല്ലാവരും ശൈവചാപം ദർശിക്കാനായി കാത്തു നിൽക്കുകയാണ്. നമുക്ക് ആ കഥ നാളെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശുഭദിനം നേരുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. നാളത്തെ കഥയ്ക്കായി കാത്തിരിക്കുമല്ലോ.